ഉദാഹരണത്തിന് ഒരു ക്യാപ്ഷൻ ഇന്ത്യാസ് മോസ്റ്റ് സെല്ലിംഗ് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പലരും പല ബ്രാൻഡ്സിൻ്റെയും ക്യാപ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒഫീഷ്യൽ ഒരു അവാർഡ് വിൻ ചെയ്യുന്ന ഒരു ഇമേജ് ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന പലരും അങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉദാഹരണത്തിന് ഒരു ക്യാപ്ഷൻ ഇന്ത്യാസ് മോസ്റ്റ് സെല്ലിംഗ് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ആ ഒരു വർഷം എത്ര മാട്രസ് വിറ്റു എന്ന് അറിയാനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു ഡേറ്റയോ നമുക്കില്ല. ഈ പ്രസ്തുത ബ്രാൻഡ് അതിനകത്ത് എത്ര വിറ്റിട്ടാണ് ആ ക്യാപ്ഷൻ പറയുന്നതെന്ന് അറിയാനും നമുക്ക് നിർവാഹമൊന്നുമില്ല. ഇതുപോലെ ഒരു ഒഫീഷ്യൽ ഒരു അവാർഡ് വാങ്ങിക്കുന്നു. ആ ഒഫീഷ്യൽ പ്രതിദാനം ചെയ്യുന്ന ബ്രാൻഡ് അവാർഡ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ, എന്നിട്ടാണോ അത് ഗെയിൻ ചെയ്തത്, അതല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഫോറത്തിന് അങ്ങനെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും അതോറിറ്റി ഉണ്ടോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വാങ്ങേണ്ട പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഫീച്ചർ അതൊക്കെ മനസ്സിലാക്കി മേടിക്കുക. അതല്ലാതെ ക്യാപ്ഷൻസോ അവാർഡോ ഒന്നും നിങ്ങളുടെ ബൈയിങ് ക്രൈറ്റീരിയയുടെ ഫീച്ചർ ആവാതിരിക്കാൻ ശ്രമിക്കുക.